ഓക്കെ ഗൈസ്, നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം ഇപ്പോൾ പ്രൈസ് പ്രോഫിറ്റിലാണ്. ഈ ഒരു ഏരിയയിലാണ് എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് 2.3 രൂപയ്ക്ക് അടുപ്പിച്ചാണ് സ്റ്റോപ്പ് ലോസ്. നമുക്ക് ടാർഗറ്റ് 1:1 മേലെ 1:1.5 മേലെ എന്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ 51, ഈ ഒരു ഏരിയ ആണ് എൻ്റെ ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ്. ഇതൊരു വാല്യൂ ഏരിയ ആണ്. ഇപ്പം ഇവിടെ എങ്ങനെ പ്രൈസ് റിയാക്ട് ചെയ്യുമെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇവിടുത്തെ ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട്. ആ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ കുറച്ച് മിനിറ്റ് ആയിട്ടുള്ളൂ, നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നു. ഞാൻ ബ്രേക്ക് ഔട്ടിന് മുന്നെയാണ് ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ സ്റ്റോപ്പ് ലോസ്, ഈ ട്രേഡ് തിരിച്ചു പോയി നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് ഒരു 2000 രൂപയ്ക്ക് അടുപ്പിച്ച് ലോസ് ആണ്. ഇല്ല ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് റൺ ചെയ്യാൻ പറ്റും. സോ ഈ ട്രേഡ് നമുക്ക് എങ്ങനെ പോകാൻ നോക്കാം. സോ ഞാൻ ഈ ഒരു എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈങ് പ്രഷർ കാണാൻ പറ്റും. സോ ഇവിടുത്തെ വിക്കൊക്കെ നോക്കിയാൽ നല്ല അപ്വേർഡ് മൊമെൻറ്റോണ് കാണിക്കുന്നത്. സെല്ലേഴ്സ് ഭയങ്കര വീക്കാണ് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇനി തിരിച്ച് കയറി പോകാനാണ് സാധ്യത കൂടുതൽ. ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ ഇവിടുത്തെ റെഡ് ക്യാൻഡിൽസ് ഒക്കെ പ്രൈസ് എപ്പോഴൊക്കെ താഴോട്ട് പുഷ് ചെയ്തു അപ്പോഴൊക്കെ നല്ല വിക്ക് വന്നിട്ട് ഉള്ള ക്യാൻഡിൽസ് ആണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പം ഇവിടുത്തെ ഒരു ബ്രേക്ക് ഔട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്കും ഇതുപോലെ അനാലിസിസ് ചെയ്ത് അടിപൊളി ട്രേഡ്സ് എടുക്കണോ? എൻ്റെ 8 വർഷത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസസ് കമ്പൈൻ ചെയ്ത് ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്രേഡിംഗ് കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കോ. നിങ്ങൾ ഈ വീഡിയോ വൈകിയാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ വീഡിയോകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അന്നാതെ ഇവിടെ നിൽക്കുക. സോ നമ്മുടെ എൻട്രി നല്ലൊരു എൻട്രി ആയിരുന്നു, പക്ഷേ ടാർഗറ്റ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ ഞാൻ എൻ്റെ മറ്റേ ചാർട്ട് കാണിക്കാം. ബജാജ് ഫിനാൻസിൻ്റെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് പുള്ളി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഇതാണ് നമ്മുടെ സോൺ. ഓക്കെ, ഈ ഒരു ലെവൽ മാർക്ക് ചെയ്തത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡേഷൻ സോൺ തന്നെയാണ്. ഇവിടെ 3 തവണ ടച്ച് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ട്രയൽ മിക്കവാറും ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രൈസ് ഞാൻ എൻട്രി എടുത്ത ലെവലിലാണ്. എന്നാലും ഈ ഒരു ഏരിയയിലെ പ്രൈസിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ട്രേഡ് എങ്ങനെയാണെന്ന് നോക്കാൻ. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇവിടെ ആയിരുന്നു, സെക്കൻഡ് അറ്റംപ്റ്റ് ഇവിടെ ആയിരുന്നു, മൂന്നാമത്തെ അറ്റംപ്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഇത് 4ാമത്തെ അറ്റംപ്റ്റ് ആണ്. സോ 4ാമത്തെ അറ്റംപ്റ്റിൽ പ്രൈസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 അവർ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ നല്ലപോലെ ബൈയിങ് നടന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ കൺസോൾട്ടേഷൻ സോണാണ്. പ്രൈസ് ഇത്രയും പുൾ ഡൗൺ ചെയ്തു, എന്നിട്ട് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഷൂട്ടപ്പ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ഒരു ലെവൽ വരെയെങ്കിലും പ്രൈസ് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഈ ഒരു വാല്യൂ ഏരിയ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പ്രൈസ് റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് ട്രേഡ് ബാക്കി മാനേജ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ചെയ്യാനുള്ളത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പ്രൈസ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഷൂട്ടപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2500 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്തി 1:1.5 ഉള്ളൂ റിസ്ക് റിവാർഡ്. അപ്പോൾ വലിയൊരു റിസ്ക് ഇല്ലാത്ത ട്രേഡാണ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് വരുമോ നോക്കാം. ഈ ബ്രേക്ക് ഔട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടും വന്നിട്ടുണ്ട്. 3600 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ്. ഇപ്പോൾ 1:2 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡേഷൻ ഏരിയ ആണ്. ഇവിടെ സെല്ലേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെല്ലേഴ്സും ബയേഴ്സും കൂടി ഒരു ധാരണയിൽ എത്തണം. എന്നിട്ട് ബയേഴ്സ് ഇവിടെ വിജയിച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ ഒരു ലക്ഷണം കണ്ടിട്ട് ബയേഴ്സ് ജയിക്കാനാണ് സാധ്യത. ബയേഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് വരും. അപ്പോൾ നമുക്ക് എക്സിറ്റ് ആവാം. നമുക്ക് ഈ ഒരു ട്രേഡിൽ 1:2.5 അല്ലെങ്കിൽ 1:3 നോക്കാം. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇവിടെ പ്രൈസ് വീണ്ടും ഒന്ന് താഴ്ത്തു വന്നു, വീണ്ടും ബ്രേക്ക് ഔട്ട് വരുവാണ്. നമ്മൾ 4000 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യാണ്.
1:2 റിസ്റ്റ് റിവാർഡ് കിട്ടി. 5,000 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ്. നമുക്കിനിപ്പോൾ എക്സിറ്റ് സ്ട്രാറ്റജി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് റൺ ചെയ്യിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 10 പോയിന്റ് കിട്ടുമോ? 10 പോയിന്റ് എടുക്കാനുള്ള സാധ്യത. ഓക്കെ, നമുക്കൊരു 1:3 നോക്കാം. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. 5,200. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇടാം. 57. നല്ല റിസ്റ്റ് റിവാർഡാണ്. അപ്പം ഒരുപാട് നേരം ഹോൾഡ് ചെയ്യേണ്ട. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു 61 വരെയെങ്കിലും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ലെവൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് റിസ്ക് ഇല്ല. നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ തിരിച്ചു വന്നാലും നമുക്ക് ലോസ് ഇല്ല. അപ്പം എന്ത് പൈസ കിട്ടിയാലും തിരിച്ച് ഒരിക്കലും മാർക്കറ്റിൽ കൊടുക്കരുത്. അതാണ് നമ്മുടെ ഫിലോസഫി. ഏതാനും നിമിഷത്തിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റാവുന്നതാണ്. ഇപ്പോൾ ഓക്കെ, ടാർഗറ്റ് ഹിറ്റായി. നമുക്ക് 8,040 രൂപ പ്രോഫിറ്റ്. നമ്മൾ 1:3.5 റിസ്റ്റ് റിവാർഡ് ഈ ട്രേഡ് എടുത്തു. ഇപ്പോൾ എൻ്റെ അനാലിസിസ് പോലെ തന്നെ നടന്നു. നല്ലൊരു ട്രേഡായിരുന്നു, നല്ല എൻട്രി ആയിരുന്നു. ഇങ്ങനത്തെ ട്രേഡാണ് ഏറ്റവും ബെസ്റ്റ്. എൻട്രി എടുത്തതിന് ശേഷം പിന്നെ ആ ഒരു പ്രൈസ് വിസിറ്റ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഫുൾ അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നേരത്തെ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ആവാം. സോ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ബജാജ് ഫിനാൻസിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രേഡ് എടുക്കുന്ന മുന്നേ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യണം. അപ്പോൾ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ ഞാൻ എപ്പോഴും 1 hour ടൈം ഫ്രെയിമാണ് നോക്കുന്നത്, എൻ്റെ ഹയർ ടൈം ഫ്രെയിമായിട്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു പ്രൈസ് കൺസോൾട്ടേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, പിന്നെ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ഇപ്പം ബജാജ് ഫിനാൻസ് ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേ നാളായിട്ട് അപ്പ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊരു കൺസോൾട്ടേഷൻ, പിന്നെ ഇതൊരു മാനിപ്പുലേഷൻ. ഇവിടെ ഒരു മാനിപ്പുലേഷൻ ഏരിയ ആണ്. അതായത് പ്രൈസ് ഇവന്മാർ നല്ല ലെവലിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് താഴെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇവിടെ കുറേ ബൈയിങ് നടന്നു. ആ മാനിപ്പുലേഷൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആണിത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ബൈ എടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ റീസൺ നമ്പർ 1. നമ്മളെപ്പോഴും ഒരു സ്റ്റോറി ആയിട്ട് തന്നെ മനസ്സിലാക്കുക ഇതൊക്കെ. നമ്മൾ പ്യൂർലി ടെക്നിക്കലായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അങ്ങനെയൊന്നും കാര്യമില്ല. നമ്മൾ ഇതിൻ്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ പ്രൈസ് ഒരു റെഡ്യൂസ്ഡ് സോണിലോട്ട് എത്തിച്ചു, അവിടെ ബൈയിങ് നടന്നു. അപ്പം നമ്മൾ ബൈ പൊസിഷന് വെയിറ്റ് ചെയ്തു. അപ്പം ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും ഒരു ട്രേഡ് ഇല്ല. ഇപ്പം ഇതെല്ലാം ഡൗൺ ട്രെൻഡാണ്. ഡൗൺ ട്രെൻഡിൽ എൻ്റെ ബയാസിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല, അപ്സൈഡ് മാത്രമാണ്. ഞാൻ കുറേ നാളുകൊണ്ട് അപ്സൈഡ് മാത്രമാണ് ബജാജ് ഫിനാൻസിൽ നോക്കുന്നത്. റീസൺ നമ്പർ 2 എന്ന് പറഞ്ഞാൽ എൻ്റെ എടുക്കാനുള്ള റീസൺ നമ്പർ 2 ഇവിടുത്തെ ഒരു കൺസോൾട്ടേഷൻ ഫേസ്. ഇവിടെ വീണ്ടും ഒരു മാനിപ്പുലേഷൻ കാണാൻ പറ്റും. സെയിം സിനാരിയോ, ഇവിടുന്ന് ബ്രേക്ക് ഔട്ടായി. പിന്നെ ഇവിടെ ഈ ഒരു സോൺ നോക്കുവാണെങ്കിൽ കൺസോൾട്ടേഷൻ ആണ്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഏരിയ, എന്നിട്ട് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ക്യാൻഡിലൊക്കെ നോക്കിയാൽ എന്ത് സ്ട്രോങ് ക്യാൻഡിലാണ്. നല്ല ബുള്ളിഷ് 1 hour ക്യാൻഡിൽ, നല്ല ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് വീണ്ടും ആ പ്രൈസ് ഡൗൺ ട്രെൻഡിൽ പോയി ഡേ ലോ ബ്രേക്ക് ചെയ്തു, താഴോട്ട് വന്നു. ഇവിടെ വീണ്ടും ബൈയിങ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫേക്ക് കൺസോൾട്ടേഷൻ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുന്നേ ഉള്ള ട്രേഡായിരുന്നു. ഏറ്റവും ഹൈ പ്രോബബിലിറ്റി ട്രേഡാണ്. ഇപ്പോഴും പ്രൈസ് നമ്മളെടുത്ത ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഞാൻ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിലാണ് സ്റ്റോപ്പ് ലോസ്. ഈ അന്നത്തെ ആ ഒരു ഇവിടുത്തെ കൺസോൾട്ടേഷൻ്റെ ഏറ്റവും താഴത്തെ ലെവലിലാണ് സ്റ്റോപ്പ് ലോസ്. അപ്പം ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ലെവൽ ബ്രേക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ എൻ്റെ ബയസ് അല്ലെങ്കിൽ എൻ്റെ ഒരു അനാലിസിസ് അവിടെ ഫെയിൽ ആവുകയാണ്. പിന്നെ ട്രേഡ് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. പിന്നെ ടാർഗറ്റ് ഞാൻ 1:1.5 നോക്കി. 1 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയ. പക്ഷേ നമുക്ക് 1:3 റിസ്റ്റ് റിവാർഡ് കിട്ടി. നല്ലൊരു അടിപൊളി ട്രേഡായിരുന്നു ഇത്. 1:3 റിസ്റ്റ് റിവാർഡ് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ എക്സിറ്റ് ചെയ്ത് ആ ഒരു ലെവലിൽ വീണ്ടും പ്രൈസ് നിൽക്കുകയാണ്. അപ്പോൾ നല്ലൊരു അനാലിസിസ് ആയിരുന്നു. ഇപ്പോൾ ഇനി മേലോട്ട് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ താഴോട്ട് വരാം. പക്ഷേ നമ്മൾ ഈ ട്രേഡിലില്ല. അപ്പോൾ ഇനി എന്ത് പ്രൈസ് ചെയ്താലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.